സുരഭിയും ഹസ്ബൻഡും നല്ല സ്നേഹത്തിലാണ്. സുരഭി പകൽ സമയം വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് തന്റെ ഡാൻസ് പ്രാക്ടീസൊക്കെ തിരികെ കൊണ്ടുവരാൻ ഹസ്ബൻഡ് അവളോട് പറഞ്ഞു. രാത്രി അയാൾ ലാപ്പിൽ ജോലി ചെയ്യുന്ന നേരം അവൾ ഫോണും എടുത്ത് ബാത്റൂമിൽ പോയി. അയാൾക്കുള്ളിൽ നല്ല വിഷമം തോന്നിയെങ്കിലും ഒന്നും മിണ്ടിയില്ല. പിറ്റേന്ന് ജോലിക്ക് പോകാൻ റെഡിയായ ഹസ്ബൻഡ് അവളോട് നിനക്ക് ബോറടിക്കുമ്പോൾ ഷോപ്പിങ്ങിന് പോകുമോ അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനോ പറഞ്ഞു. എന്നാൽ സുരഭി അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. സുരഭിയെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടായിരുന്നു. അവൾ തന്റെ ഫോൺ എടുത്ത് വാട്സാപ്പിൽ തന്റെ കൂട്ടുകാരിയോട് കൂടെ പഠിച്ച സാജന്റെ നമ്പർ ചോദിച്ചു. സാജനും സുരഭിയും അവരുടെ കോളേജ് ലൈഫിൽ പ്രണയിച്ച് നടന്നവരായിരുന്നു. സുരഭിയുടെ ഫോൺ കോൾ സാജൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് അവൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. രണ്ടുപേരും കൊച്ചിയിലുള്ളത് കൊണ്ട് നേരിൽ കാണാമെന്ന് പറഞ്ഞു. സുരഭി സാജനെ കാണാൻ അവൾ നിൽക്കുന്നിടത്ത് പോയി. അവർ തമ്മിൽ പഴയ ഓർമ്മകൾ പങ്കിട്ടു. ചായയൊക്കെ കുടിച്ച് സംസാരിക്കുന്നതിനിടയിൽ സുരഭി സാജനോട് തനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ശേഷം തന്റെ കയ്യിൽ വെച്ചിരുന്ന കോണ്ടം എടുത്ത് അവന്റെ മുൻപിലേക്ക് നീട്ടി. ശേഷം അവൾക്ക് വേണ്ടത് അവൾ ആവശ്യപ്പെട്ടു. ഇത് കേട്ട് അന്തം വിട്ടുനിന്ന അവനോട് അവൾ തന്റെ സിറ്റുവേഷൻ പറഞ്ഞു. സുരഭിയുടെ ഹസ്ബൻഡ് ഒരു അസെക്ഷൽ ആയിരുന്നു. അവൾക്ക് ഈ ജീവിതം മടുപ്പാണെന്ന് അയാൾക്ക് അറിയാമെന്നും പലപ്പോഴായി അവളോട് പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്. അത് മറ്റൊന്നുമല്ല, കെട്ടിപ്പിടിക്കാനും ചുംബിക്കാനും അല്ലാതെ മറ്റൊന്നിനും എനിക്ക് കഴിയില്ല. കാരണം ഞാൻ അസെക്ഷലാണ്. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സുരഭിയെ ജീവിതത്തിൽ കൂട്ടിയത്. കല്യാണത്തിന് മുമ്പ് തുറന്നു പറയണമെന്നുണ്ടായിരുന്നെങ്കിലും സാധിച്ചില്ല. ഫോണുമായി ബാത്റൂമിൽ പോകുമ്പോൾ നിന്നോട് ചെയ്ത ദ്രോഹത്തെ ഓർത്ത് നെഞ്ചു നീറാറുണ്ട്. ഇനി പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവളോട് ഒരു ഫിസിക്കൽ പാർട്ണറെ കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. കാരണം ഇനിയും വികാരങ്ങൾ ഒതുക്കിപ്പിടിച്ച് അവൾ ജീവിച്ചാൽ ഒരു പോയിന്റിൽ എത്തുമ്പോൾ അയാളെ വല്ലാതെ അവൾ വെറുത്തു പോകുമെന്ന് അയാൾക്ക് പേടി തോന്നി. അവൾക്ക് ആരെ വേണമെങ്കിലും കണ്ടെത്താമെന്നും അയാൾ അത് ആരാണെന്ന് പോലും ചോദിക്കില്ല എന്നും അവളോട് പറഞ്ഞു. ഒത്തിരി ചിന്തിച്ച ശേഷമാണ് അവൾ സാജന്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ സാജൻ അവളുടെ ആവശ്യം നിറവേറ്റി. എന്നാൽ അവൾക്ക് അപ്പോഴും സാജനോട് പറയാനുണ്ടായിരുന്നത്, വ്യക്തികളല്ല ഇമോഷൻസ് ആണ് വലുതെന്ന് പലരും പറയും, പക്ഷേ എനിക്ക് അങ്ങേരടാ വലുത്.